സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഇപ്പോൾ ഹിമ പറഞ്ഞതുപോലെ തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട ഒരു അതിൽ സമയം അവൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് 1 മണി മുതൽ പരിശോധന നടത്താനുള്ള അനുമതി തന്ത്രി നൽകിയിട്ടുണ്ട്. തന്ത്രിയോട് അല്പസമയം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 1 മുതൽ 3 വരെയുള്ള സമയം എന്നുള്ളതായിരുന്നു. പക്ഷേ തന്ത്രി പറഞ്ഞത് സ്വാഭാവികമായി 1 മണിക്ക് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരിശോധന എത്രത്തോളം നീണ്ടുപോകും, അതിന്റെ സാങ്കേതികത്വം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പരിശോധന എത്ര നീണ്ടുപോയാലും അത്രത്തോളം സമയത്ത് പരിശോധിക്കാനുള്ള അനുമതി SIT സംഘത്തിനുണ്ട് എന്നുള്ളതാണ് തന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതായത് ഇന്നത്തെ പരിശോധന പൂർത്തിയാകുന്ന വരെ ദർശന സമയത്താണെങ്കിൽ പോലും SIT സംഘത്തിന് കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ അവിടെ സാധിക്കുമെന്നുള്ളതാണ്. ഇത് കട്ടളപ്പാളികളാണെങ്കിലും അതുപോലെ തന്നെ ദ്വാരപാലക ശിലകളാണെങ്കിലും അത് പൂർണ്ണമായും ഇളക്കി മാറ്റി അതിന്റെ തൂക്കം പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കഴിഞ്ഞ ദിവസം ഈ ദ്വാരപാലക ശിലകൾ സ്ഥാപിച്ചത് ശില്പിയായിട്ടുള്ള അനന്തനാണ്. അദ്ദേഹത്തോട് സന്നിധാനത്തേക്ക് എത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സന്നിധാനത്തിന് സമീപത്ത് തന്നെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. 12 മണിയോടുകൂടി അദ്ദേഹം മുകളിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുക. 1 മണിയോടുകൂടി നട അടച്ച ശേഷം മാത്രമായിരിക്കും ഇവിടെ എന്തൊക്കെ നടപടികളാണ് SITയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരിക. അതുതന്നെയായാലും അയ്യപ്പന്റെ സ്വർണം കട്ടത് മുരാരി ബാബു ആയാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ആയാലും അവരെ എല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു അന്വേഷണത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള കേസുകൾ, പുതിയ കേസുകൾ ആരെങ്കിലും വരുന്നോ, മറ്റ് പ്രതികൾ ആരെങ്കിലും വരുമോ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ പരിശോധന നടത്തുന്നത്. പക്ഷേ ആ പരിശോധന ഒരു കാരണവശാലും ജനങ്ങൾ അറിയരുത്, മാധ്യമങ്ങൾ അറിയരുത്. ആ ഒരു നിഷ്കർഷ, ആ ഒരു ഉദ്ദേശം ദേവസ്വം ബോർഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ സോപാനത്ത് വിലക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സന്നിധാനത്താണുള്ളത്. അവർ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോട് കൂടിയോ മാത്രമായിരിക്കും സന്നിധാനത്തു നിന്ന് തിരിച്ചിറങ്ങുക. അതിനുശേഷമായിരിക്കും പത്മകുമാറിന്റെ കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. ഇന്ന് എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കോ കാര്യങ്ങൾ പോകില്ല. 2 തവണയാണ് പത്മകുമാറിന് നോട്ടീസ് നൽകിയത്. ആദ്യ നോട്ടീസിന് മറുപടി നൽകിയില്ല. രണ്ടാമത്തെ നോട്ടീസിന് വ്യക്തിപരമായിട്ടുള്ള അസൗകര്യം ഉണ്ട് എന്ന് കാട്ടി അദ്ദേഹം ഒരു മറുപടി നൽകുകയായിരുന്നു. ഇനി 3ാമത് നോട്ടീസ് നൽകുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, ബലം പ്രയോഗിച്ചാണെങ്കിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കാണ് SIT സംഘം പോകുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ മുരാരി ബാബുവിലോ മാത്രം നിൽക്കുന്ന ഒരു സ്ഥിതിയല്ല. മറ്റ് വലിയ രീതിയിലുള്ള ഒരു കൊള്ള ഈ സന്നിധാനത്ത് അയ്യപ്പന്റെ പേരിൽ നടന്നിട്ടുണ്ട്. അയ്യപ്പന് ഭക്തർ സമർപ്പിച്ച ഒരു സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണം എടുത്തുകൊണ്ടുപോയി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടത്. അതിന് തെളിവുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണോ പ്രതികൾ, ഏതൊക്കെയാണോ പ്രതികൾ, ആരെങ്കിലുമൊക്കെ പ്രതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ അയ്യന്റെ മുതൽ കട്ടുകൊണ്ടുപോയവരെ കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കണ്ണൻ നായരാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.